തൃശൂരിൽ ഗർഭിണിയായ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് ഷാരോണിനെതിരെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്ത് പോലീസ്. ഷാരോൺ മദ്യപാനത്തിനും ലഹരിക്കും അടിമയെന്നും കണ്ടെത്തൽ, മരണപ്പെട്ട അർച്ചനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇതിലിപ്പോൾ സ്ത്രീധന പീഡനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാനസികമായി ഏറെ പീഡിപ്പിച്ചിരുന്നു, ശാരീരികമായി സംഭവിച്ചിട്ടുണ്ടാകാം. മാത്രമല്ല, ഇയാൾ മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമയാണ്, മദ്യലഹരി എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളാണെന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് ഈ അധികൃതർ പറയുന്നത്? കൃഷ്ണരാജ്, കഴിഞ്ഞ 6 മാസം മുൻപാണ് ഈ അർച്ചനയുടെയും ഷാരോണിൻ്റെയും പ്രണയവിവാഹം നടക്കുന്നത്. 6 മാസം മുൻപ് വലിയ ആർഭാടപൂർവ്വം സന്തോഷപൂർവ്വമൊക്കെ ഇവരുടെ വിവാഹം നടന്നെങ്കിലും അതിന് തൊട്ട് പിന്നാലെ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങുകയായിരുന്നു. അതായത് ഈ അർച്ചനയുടെ കുടുംബം അതിരൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ ഷാരോണിൻ്റെ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഷാരോണിന് ഈ അർച്ചനയുടെ വീട്ടിലേക്ക് അർച്ചനയെ വിളിക്കാൻ പോലും ഷാരോൺ സമ്മതിക്കില്ലായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ ഈ പഠിക്കുന്ന കോളേജിന്റെ മുന്നിൽ പോലും വന്നിട്ട് ഉള്ള അക്രമം, ഷാരോണ് അർച്ചനയ്ക്കെതിരെ മർദ്ദനം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മാനസികമായി എല്ലാ വിധത്തിലും ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോളേജിലൊക്കെ വന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്ക് മാനസികമായി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അതായത് അർച്ചനയുടെ പിതാവാണ് ഇത് പറയുന്നത്. അതായത് കോളേജിന് മുന്നിൽ ഇത്തരത്തിൽ ഷാരോൺ വന്ന് മർദ്ദിക്കുമ്പോൾ കോളേജിൻ്റെ സെക്യൂരിറ്റിയാണ് പലപ്പോഴും അത് പിടിച്ചു മാറ്റിയിരുന്നത്, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും 2 വഴിക്ക് അയച്ചിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അർച്ചനയുടെ കുടുംബാംഗങ്ങൾ ഇന്നിപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ ഈ അർച്ചനയെ വീടിന് സമീപത്തെ, ഷാരോണിൻ്റെ വീടിന് സമീപത്തെ തോട്ടിൽ കത്തിയ നിലയിൽ, അല്ലെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് തൊട്ട് പിന്നാലെ ഈ ഷാരോണിൻ്റെ കുടുംബത്തിനെതിരെ അർച്ചനയുടെ കുടുംബം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്ത്രീധന നിരോധന നിയമവും അതേപോലെ തന്നെ മാനസിക പീഡനം ഏൽപ്പിച്ചത് അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും വലിയൊരു പീഡനം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അർച്ചന വലിയൊരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഷാരോൺ മദ്യത്തിനും ഒപ്പം തന്നെ മയക്കുമരുന്നിനൊക്കെ അടിമയായിരുന്നുവെന്നും ഇതിൻ്റെ പിന്നാലെ, അതായത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അർച്ചനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആരോപണമായിട്ട് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. ഈ അക്രമത്തിനെല്ലാം ഷാരോണിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ കൂടിയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഷാരോണിന്റെ മാതാവിനെതിരെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് ഷാരോണിനെതിരെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസ് എടുക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.